പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഹവാല കേസിലെ പ്രതി വി.കെ. ഇബ്രാഹിം 2023 ഓഗസ്റ്റ് 25-ന് ഹോസ്ദുർഗ് പോലീസ് പിടിച്ചെടുത്തത് 7 ലക്ഷം രൂപയാണ്. എന്നാൽ കോടതിയിൽ ഹാജരാക്കിയത് 4,68,000 രൂപയെന്ന് പ്രതി പറയുന്നു. ഇന്നലെ മുസ്ലിം ലീഗ് നടത്തിയ SP ഓഫീസ് മാർച്ചിനിടെ എന്നെ നെല്ലിക്കുന്ന് MLA നടത്തിയ പരാമർശത്തിലൂടെയാണ് ഈ തട്ടിപ്പ് പുറത്തുവന്നത്. കാസർഗോഡ് ജില്ലയിൽ പോലീസ് ഹവാല പൊട്ടിക്കൽ നടത്തുന്നുവെന്നായിരുന്നു MLAയുടെ പരാമർശം. സംസ്ഥാന പോലീസിനകത്ത് ക്രിമിനൽ സംഘങ്ങൾ അഴിഞ്ഞാടുന്നു എന്ന പരാതി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സമയത്താണ് കാസർഗോഡ് നിന്നും സമാനമായ രീതിയിൽ ഒരു ഇറച്ചി വിൽപ്പനക്കാരൻ അദ്ദേഹത്തിന്റെ സങ്കടവുമായി മുന്നോട്ടേക്ക് വരുന്നത്. എന്തായിരുന്നു സംഭവിച്ചത്? 25/8/2023 ഞാൻ എല്ലാ കടയിൽ നിന്നും കളക്ഷൻ ആക്കിയിട്ട് കാഞ്ഞങ്ങാട് ഫെഡറൽ ബാങ്കിൻ്റെ ATM ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയിരുന്ന എമൗണ്ട് കാഞ്ഞങ്ങാട് കോയപ്പള്ളിക്ക് സമീപം വെച്ചിട്ട് സിവിൽ ഡെറ്റ്സിൽ വരുന്ന ഒരു അപരിചിതനായ ഒരു പോലീസ് ഓഫീസർ തട്ടിപ്പറിക്കുകയുണ്ടായി. ഈ പോലീസ് ഓഫീസർ ആരെന്ന് എനിക്കറിയില്ല. ഞാൻ 2 ദിവസം കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷൻ്റെ ചുറ്റുപാടത്തിൽ നിന്ന് പരിശോധിച്ചപ്പോഴാണ് അറിഞ്ഞത് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ സന്തോഷ് ബാബു ആണെന്ന് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് 7 ലക്ഷം രൂപയാണ് തട്ടിപ്പറിച്ചത്. അദ്ദേഹം തട്ടിപ്പറിച്ച് കൊണ്ടുപോയിട്ട് കാഞ്ഞങ്ങാട് സ്റ്റേഷനിലുള്ളായിരുന്ന KP സാറിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയത് വെറും 4,68,000 രൂപ മാത്രമാണ്. ബാക്കി തുക അവർ മോഷ്ടിച്ചതെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. പിന്നീട് താങ്കളെ മർദ്ദിക്കുന്നൊരവസ്ഥയുണ്ടായി അല്ലേ? പോലീസിന് ഇവർ ആദ്യം വന്ന സന്തോഷ് ബാബു ഞാൻ കള്ളനാണെന്ന് വിളിച്ചു വരുത്തി പബ്ലിക്കിനെ കൂട്ടുകയും പബ്ലിക് വരുന്നിട്ട് കൂട്ടുകയും ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. തുടർന്ന് 2 പോലീസ് ജീപ്പ് എത്തി എന്നെ വളഞ്ഞു പിടിച്ച് മർദ്ദിക്കുകയും ചെയ്തു. പിന്നീട് വിവരാവകാശ രേഖ സമർപ്പിച്ചല്ലേ? ഞാൻ ഫസ്റ്റ് തന്നെ വിവരാവകാശ രേഖ സമർപ്പിച്ചിട്ടാണ് എൻ്റെ പൈസ നഷ്ടപ്പെട്ടത് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ഞാൻ കൊടുത്ത പരാതിയിൽ ലഭിക്കാത്തത് കൊണ്ട് കാസർഗോഡ് SP-ക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പരാതി എത്തിയിട്ടുണ്ടാവും എന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ടോ? 100% എനിക്ക് വിശ്വാസമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു മറുപടി എനിക്ക് ഇതുവരെ കിട്ടിയില്ല. മുഖ്യമന്ത്രി ഓഫീസ് എത്തുന്നതിന് മുമ്പ് ഇത് ആരോ തഴയുന്നതെന്നാണ് എനിക്ക് പൂർണ്ണ വിശ്വാസം.